KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് S5-ലെ ജിയോ ടെക്നിക്കൽ 2 എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. 2 ടൈപ്പാണുള്ളത്, ഷാലോ ഫൗണ്ടേഷനുണ്ട്, ഡീപ്പ് ഫൗണ്ടേഷനുണ്ട്. ഇനി കുറച്ച് ടേംസ് നമ്മൾ പറയുന്നത്. ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോയിലിൻ്റെ സപ്പോർട്ടിംഗ് പവർ, ലോഡിന് എടുക്കാനുള്ള സോയിലിൻ്റെ കഴിവിനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബേസിലോട്ട് വരുന്ന ഗ്രോസ് പ്രഷർ, ടോട്ടലായിട്ട് വരുന്ന പ്രഷർ. അപ്പോൾ ഷിയർ ഫെയിലിയർ ഇല്ലാണ്ട് നമ്മുടെ സോയിലിന് എടുക്കാൻ പറ്റുന്ന ഗ്രോസ് പ്രഷർ, അതാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻക്രീസാണ്. ഈ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് എന്തോരം നെറ്റ് ഇൻക്രീസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ QNU എന്നാണ് ഡിനോട്ട് ചെയ്യുക. QNUവിൻ്റെ ഇക്വേഷനാണ് QU മൈനസ് ഗാമ-d. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി QS എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ കിട്ടിയ QNU ഉണ്ടല്ലോ, അതിന് നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഗ്രോസ് പ്രഷറാണ് സോയിലിന് ഷിയർ ഫെയിലിയർ ഇല്ലാണ്ട് എടുക്കാൻ പറ്റുക. അത് കിട്ടാനായിട്ട് QNU ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്ലസ് ഗാമ-d ആണ് ഇക്വേഷൻ. ഇനി നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ QS നിന്ന് വീണ്ടും ഗാമ-d മൈനസ് ചെയ്യുക. നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് നെറ്റ് പ്രഷറാണ്. അതായത് നമുക്ക് അലവബിൾ ലിമിറ്റിൽ എക്സീഡ് ചെയ്യാണ്ട് സോയിലിന് എന്തോരം എടുക്കാൻ പറ്റും എന്നുള്ള നെറ്റ് പ്രഷറിൻ്റെ വാല്യൂ ആണ് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, നെറ്റ് സേഫ് സെറ്റിൽമെൻറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അലവബിൾ ബിയറിംഗ് കപ്പാസിറ്റി. അതെന്ന് പറഞ്ഞാൽ നെറ്റ് ലോഡ് ഇൻറ്റൻസിറ്റിയാണ്. അതായത് ഷിയർ ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ല, അലവബിൾ ലിമിറ്റിനെ എക്സീഡ് ചെയ്യാനും പാടില്ല. രണ്ടും ഇല്ലാണ്ട് നമുക്ക് എന്തോരം ലോഡ് ഇൻറ്റൻസിറ്റി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതാണ് നെറ്റ് അലവബിൾ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ബേസിക് ടേംസ് ആണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് ഫെയിലിയർ മെക്കാനിസം ഏതൊക്കെയാണ്? ജനറൽ ഷിയർ ഫെയിലിയർ ഉണ്ട്, ലോക്കൽ ഷിയർ ഫെയിലിയർ ഉണ്ട്. അവർ തമ്മിലുള്ള കമ്പാരിസൺ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നത്? വെൽ ഡിഫൈൻഡ് ഷിയർ ഫെയിലിയറിൻ്റെ ഉള്ളൊരു സർഫസ് ഉണ്ട് ജനറലിൽ. അതുപോലെ തന്നെ നമുക്ക് ടിൽറ്റിംഗ് ഒക്കെ, ഇത് കാരണമാണ് നമ്മുടെ ഫൂട്ടിങ്ങിന് ടിൽറ്റിംഗ് ഒക്കെ വരിക. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വളരെ സഡനാണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ഷിയർ ഫെയിലിയർ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ലോക്കൽ ഷിയർ ഫെയിലിയർ വരുമ്പോഴത്തേക്കും അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അത് കാണുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ഫൂട്ടിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. പിന്നെ ഇത് സഡൻ ഒന്നുമല്ല, വളരെ ടൈം എടുത്തിട്ട് വളരെ പയ്യായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ടിൽറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ടെസാക്കിയുടെ ബിയറിംഗ് കപ്പാസിറ്റിയുടെ തിയറിയാണ്. അപ്പോൾ നമ്മൾ ഈ ടെസാക്കിയുടെ തിയറിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ക്ലാസ്സിലെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്തത്. ഇത് ആ തിയറിയുടെ ജസ്റ്റ് അസംഷൻസ് ആണ് കേട്ടോ. അതെല്ലാം അതുപോലെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഹോമോജീനിയസ് ആണ്, ഐസോട്രോപ്പിക് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പഞ്ചിങ് ഷിയർ. എന്താണ് പഞ്ചിങ് ഷിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെയിലിയർ സർഫസ് എന്ത് ചെയ്യില്ല, നമുക്ക് ഗ്രൗണ്ട് സർഫസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരത്തില്ല. ഫെയിലിയർ സർഫസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രത്യേകം അങ്ങനെ ഹീവ് ഒന്നും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഹീവായിട്ടൊന്നും കാണപ്പെടുന്നില്ല. വളരെ റെയർ ആയിട്ടുണ്ടാവുന്ന ടൈപ്പ് ഒരു ഫെയിലിയർ ആണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിയറിംഗ് കപ്പാസിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? ടൈപ്പ് ഓഫ് സോയിൽ, എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ, സൈസ് ഓഫ് ഫൂട്ടിങ്, ഷേപ്പ് ഓഫ് ഫൂട്ടിങ്, ആംഗിൾ ഓഫ് ഫ്രീ പോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബിയറിംഗ് കപ്പാസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പഞ്ചിങ് ഷിയർ ഫെയിലിയറും അതുപോലെ തന്നെ ഫാക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.